നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഞങ്ങൾ 100% ലീഗലി പെർഫെക്ഷൻ ചെയ്യുള്ളൂ. എല്ലാ കടൽ തീരങ്ങളും ആകാശവും വഴി ഇന്ത്യയിലേക്ക് ഒരുപാട് സ്മഗിൾ ഗോൾഡ് വരുന്നുണ്ട്. എല്ലാ കസ്റ്റമറും തീരുമാനിക്കേണ്ട പവിത്രമായ മുഹൂർത്തങ്ങൾക്കാണ് ഞാൻ ഗോൾഡ് വാങ്ങുന്നത്. എനിക്ക് പവിത്രമായത് മതി, കൃത്യമായ വേഗക്കൂടി വരുന്നത് മാത്രം മതിയെന്ന് ഉപഭോക്താവ് തീരുമാനിച്ചാൽ മാത്രമേ ഇതിന് റെൻറ്റ് വരുള്ളൂ. ഞങ്ങളെ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു പ്രത്യേകത ഉള്ളത്, ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ശതമാനം ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ത്യ ലോകത്തിലെ 3rd വലിയ എക്കണോമി ആണോ എന്നാണ് പ്രധാനമന്ത്രിയുടെ ആഗ്രഹം. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്താൽ ഇപ്പം തന്നെയാണ് വലിയ സൈസാണ് പാരലൽ എക്കണോമി. കുറേ ഇപ്പോൾ സൗദി അറേബ്യ ഞങ്ങൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, ഒമാനുണ്ട്, UAE ദുബായിലും ഷാർജയിലും വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, ഖത്തറിലുണ്ട്, ഇന്ത്യയിൽ തന്നെ ബോംബെ ആണ് നല്ലൊരു യൂണിറ്റ് ഉണ്ട്, കൽക്കത്ത, ഹൈദരാബാദ്, ബാംഗ്ലൂർ, തൃശ്ശൂർ, കാലിക്കറ്റ്. ഇപ്പം ഞങ്ങൾക്ക് 22,000 സ്റ്റാഫ് ഉണ്ട്. അതൊരു 5 years ആകുമ്പോഴേക്കും ഒരു 50,000 ആവും. ഇതൊക്കെ കൂടി ഫൈനൽസ് 5 years ആകുമ്പോൾ 1 lakh ഞങ്ങളുടെ ടാർഗറ്റ്. വലിയ രീതിയിൽ 1 ലക്ഷം പേർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കാം 5 yearsനുള്ളിൽ. കാരണം ലോകത്തിൽ സ്ത്രീയും പുരുഷനിടത്തിലൊക്കെ സ്നേഹവും ബന്ധമുണ്ട്, അവിടെയൊക്കെ ഗിഫ്റ്റ് ഉണ്ട്. ഇത് വാല്യൂ അപ്രിഷിയേറ്റിംഗ് ഗിഫ്റ്റ് ആർട്ടിക്കിളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഞാൻ CL ജോസ്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് റീറ്റെയിൽ ജ്വല്ലറി രംഗത്ത് ഇന്ത്യയിലെ 2nd largest ചെയിനായിട്ടുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചെയർമാനായിട്ടുള്ള മിസ്റ്റർ MP അഹമ്മദ്. ഇന്ത്യയിലെ 2nd largest എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ലോകത്തിലെ 6th largest കൂടിയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ലാർജസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ടൈറ്റാനേക്കാൾ മുൻപിലാണ് വേൾഡ് ലെവലിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഗോൾഡ് ജ്വല്ലറി രംഗത്ത് പല സംശയങ്ങളും, പല ഇൻട്രിക്കസീസും, പല കൺഫ്യൂഷൻസും, ഡൗട്ട്സും കണ്ടുകൊണ്ട് പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ, റെസ്പോൺസ് കിട്ടാൻ നമുക്ക് മിസ്റ്റർ MP അഹമ്മദിനോട് ചോദിക്കാം. എങ്ങനെയാണ് ഈ ജ്വല്ലറി രംഗത്ത് 1993 വന്നിരിക്കുന്നത്? അപ്പോൾ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ മറ്റു പല ജ്വല്ലറി ഗ്രൂപ്പിനേക്കാൾ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിരിക്കും. ഇതിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള മിസ്റ്റർ MP അഹമ്മദ് എങ്ങനെ ജ്വല്ലറി രംഗത്തേക്ക്, ഗോൾഡ് ജ്വല്ലറി രംഗത്തേക്ക് വന്നു? 1990 ആദ്യ കാലഘട്ടത്തിൽ റുപ്പീൻ്റെ വാല്യൂ താഴോട്ട് വരികയും, അതായത് കറൻസി വാല്യൂ ഇടുകയും ഗോൾഡിൻ്റെ വില മുകളിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. NRIസിനൊക്കെ കൂടുതൽ വരുമാനം, അതായത് അവിടുത്തെ ഇന്ത്യൻ റുപ്പീസ് കറൻസിയുടെ വ്യത്യാസം വരുന്നു. ഇന്ത്യ ഡിവാലുവേഷൻ സിസ്റ്റം വന്നു. അപ്പോൾ അത് ഉടനെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും അറിയുന്ന ബോംബെയിലും ബിസിനസ് ആൾക്കാരടുത്ത് സംസാരിച്ചപ്പോൾ ഗോൾഡിന് വില മുകളിലോട്ട് പോകാനും ഇന്ത്യൻ റുപ്പീൻ്റെ വില താഴോട്ട് വരാനും അതിനനുസരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലേക്ക് ഉള്ള ആൾക്കാർക്ക് വരുമാനം കൂടുന്നുണ്ട്, NRIs പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടും. അതുപോലെ ആ ഒരു അവസരത്തിലായിരുന്നു ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, ഒരു ബിസിനസ് ഏതെങ്കിലും. അതുവരെ ഞങ്ങൾ ചെയ്തിരുന്ന ഹിൽ പ്രൊഡ്യൂസ് കൊപ്ര ബിസിനസ് മറ്റ് സ്റ്റേറ്റിലേക്ക് കടത്തുക എന്നുള്ളതായിരുന്നു. ഇതിന് പുറമെ ഏതെങ്കിലും നല്ല ബിസിനസ് വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏത് ബിസിനസ്സിലേക്ക് മാറണമെന്നുള്ളത്. 1993 ഗോൾഡ് നല്ലൊരു ബിസിനസ്സാണെന്ന് മഹീന്ദ്രഭായ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, ബോംബെ ബേസ്, അദ്ദേഹം പറഞ്ഞു. മെരിക്കോൻ്റെ ബ്രോക്കറായിരുന്നു അദ്ദേഹം. എന്നൊക്കെ ഏറ്റവും നല്ലത് റിയൽ എസ്റ്റേറ്റിന് വില കൂടാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഗോൾഡും കൂടാനുണ്ട് ഏർലി 90s. അപ്പോൾ ഉടനെ നോക്കുമ്പോൾ അതൊരു കറക്റ്റാണെന്ന് തോന്നി. ഞങ്ങൾ ജ്വല്ലറി പഠിക്കുക എന്ന ഒരു ഇൻട്രസ്റ്റോട് കൂടി ഒരു അപ്സ്റ്റെയറിൽ ഒരു 700 സ്ക്വയർ ഫീറ്റ് ചെറിയ ഷോറൂം എടുത്തിട്ടുണ്ട്. ഒരു ജ്വല്ലറി ഷോപ്പ് തുടങ്ങിക്കൊണ്ട് പഠിക്കുകയായിരുന്നു. പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, പലരെയും കാണുന്നു, എങ്ങനെയാണ് ഇത് ആഭരണം ഉണ്ടാക്കുന്നത്, തേയ്മാനം എങ്ങനെ വരുന്നു, പണിക്കൂലി എന്താണ്, പണിക്കുറവ് എന്താണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി. ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കിയൊരു വലിയൊരു കാര്യം, ഒരുപാട് കസ്റ്റമർ ചീറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിലൊരു ഗ്യാപ്പുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. നിങ്ങൾ മുടക്കുന്ന പണത്തിന് തുല്യമായ മൂല്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതിന് നിങ്ങളുടെ ക്വാളിറ്റി വലിയൊരു പ്രധാനമാണ്. ആ സമയത്ത് 916 22 ഒക്കെ മാർക്കറ്റ് ചെയ്തു 90s ആദ്യം ഘട്ടങ്ങളിൽ. അതൊരു വലിയ വിജയമായി തീർന്നു. കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് നിന്ന് മേടിക്കുന്ന സ്വർണ്ണം, പ്രത്യേകിച്ച് ഞങ്ങൾ കാർഷിക വിപണന രംഗത്തുള്ള കൊണ്ട് ഒരുപാട് കർഷകരും സാധാരണക്കാരായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ വേറൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ട്രസ്റ്റ് പെട്ടെന്ന് സെയിലായി മാറി. ചെറിയ ഷോപ്പാണെങ്കിലും അവിടെ ഏത് സമയത്ത് വലിയ തിരക്ക് എന്നുള്ളൊരു രീതി വന്നു. അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥലം എടുത്തൊരു ബിൽഡിംഗ് ഉണ്ടാക്കി 95 തന്നെ സ്ഥലം എടുത്തു. 2000 ആകുമ്പോഴത്തേക്ക് വലിയൊരു ബിൽഡിംഗ് മലബാർ ഗേറ്റ് 2000 കൂടി അങ്ങോട്ട് മാറി. അതാണ് ഞങ്ങളുടെ വലിയൊരു ടേൺ പോയിൻ്റ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റബിളായ ഒരുപാട് NRIs ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. അവർക്കായ അവസരത്തിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റിലായാലും ഗോൾഡിലായാലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ്റെ ഒരു ഉയർച്ച, ആ ലെവലിൽ വിലയിൽ വരുന്ന മാറ്റം, ഗോൾഡ് ഞാൻ 1993 ഞങ്ങൾ തുടങ്ങുമ്പോൾ 390 റുപ്യാണ് ഗ്രാമിനുള്ളൂ. അതിൻ്റെ വിലയിൽ വരുന്ന വർധനവ്, ഇത് ഉപഭോക്താക്കൾക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ ബൈബാക്ക് ഗ്യാരണ്ടി 100% ബൈബാക്ക് ഗ്യാരണ്ടി ഞങ്ങൾ കൊടുത്തു. അതിലേക്ക് വരാം, നമുക്ക് നമ്മളെ നെറ്റ്വർക്കിനെ പറ്റി വരുന്നത്. ഇപ്പോൾ ടോട്ടൽ 340 ബ്രാഞ്ചസ് അല്ലേ? അത് എവിടെയൊക്കെയാണ് സ്പ്രെഡ്? ഇന്ത്യയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഇന്ത്യയിൽ 198 ബ്രാഞ്ചസ് ഏകദേശം. ബാക്കിയൊക്കെ ഇൻ്റർനാഷണൽ GCC കൺട്രീസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഫാർ ഈസ്റ്റിൽ സിംഗപ്പൂറും മലേഷ്യയിലും സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതുകൂടാതെ അമേരിക്ക, കാനഡ, മറ്റേ ഓസ്ട്രേലിയ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പല UK, യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ രീതിയിൽ, കാനഡയിലും US-ലും കൂടുതൽ ബ്രാഞ്ചുകൾ വരാനുള്ള സാധ്യതകൾ. ബംഗ്ലാദേശിൽ ഇനി പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാൻ പോകുന്നു. ബംഗ്ലാദേശിലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിക്കൊണ്ട് ഞങ്ങളൊരു ടൈപ്പ് ആയിട്ട് അവിടെ പ്രൊഡക്റ്റ് ചെയ്തിട്ട്, കാരണം ഞങ്ങൾ എവിടെ പോയാലും ഫുള്ളി ലീഗൽ മാത്രമേ നടക്കുള്ളൂ. ഈ ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും വലിയ ശാപം ഒരുപാട് പാരലൽ ബിസിനസ് നടക്കുന്നതാണ്. അപ്പോൾ അത് ബംഗ്ലാദേശിലത്തേത് എവിടേക്ക് കയറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ബംഗ്ലാദേശിൽ പ്രൊഡക്ഷൻ, ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യൻ കൾച്ചറാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഇതൊക്കെ കോസ്റ്റും കുറവായിരിക്കുമല്ലോ കമ്പയർ. അപ്പോൾ അവിടെ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് തന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഡ്യൂട്ടി ഇളവ് ഗവൺമെൻറ് ഓഫറുണ്ട്. ഓക്കെ, അങ്ങനെ ഓഫറുണ്ടല്ലോ. എത്രയാണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്? എന്താണ് സൈസ് ഓഫ് ദ പ്രോജക്റ്റ്? കൃത്യമായിട്ട് എനിക്ക് പറയാനായിട്ടില്ല. ഇന്റർനാഷണൽ ഗ്രൂപ്പ് ദുബായിൽ നിന്നാണ് അത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് മാനേജ് ചെയ്യുന്നത്. വലിയൊരു ഏകദേശം 10-20 ഷോറൂം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ്. ഷോറൂംസ് നോക്കുന്നുണ്ട് ബംഗ്ലാദേശ്? അതെ, ബാംഗ്ലൂർ ഷോറൂം ഓൺ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലാണ് മത്സരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഞങ്ങൾ 100% ലീഗലി പെർഫെക്ഷൻ ചെയ്യുള്ളൂ. ഓക്കെ, ബംഗ്ലാദേശിൽ അധികവും നടക്കുന്നത് ഇല്ലീഗൽ ബിസിനസ്സാണ്. അതിന് കണ്ടുപോകാൻ സ്കോപ്പ് ഉണ്ട് അവിടെ. അത് മറ്റു പല രാജ്യങ്ങളിലും, പല ഇന്ത്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ കൺട്രീസിലൊക്കെയും പാരലൽ ബിസിനസ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഒഫീഷ്യൽ ബിസിനസ് ആ രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. എവിടേക്കുണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വേറെ? കുറേ ഇപ്പോൾ സൗദി അറേബ്യ ഞങ്ങൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഒമാനുണ്ട്, UAE-യിൽ ദുബായിലും ഷാർജയിലും വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഖത്തറിലുണ്ട്. ഇന്ത്യയിൽ തന്നെ ബോംബെയാണ് ഞങ്ങൾ നല്ലൊരു യൂണിറ്റ് ഉണ്ട്. കൽക്കത്ത, ഹൈദരാബാദ്, ബാംഗ്ലൂർ, തൃശ്ശൂർ, കാലിക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കംപ്ലീറ്റ് നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതുകൊണ്ട് കുറച്ച് ഞങ്ങൾ പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കൂടാതെ ഞങ്ങൾ പുറത്തുനിന്നുള്ള ഞങ്ങൾ സ്പെഷ്യൽ കളക്ഷൻസ് ഞങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ OEM പ്രകാരം ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഡിസൈൻസ് ഞങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നത് ഉണ്ട്. ഇനിയുള്ള ബ്രാഞ്ച് എക്സ്പാൻഷൻ എവിടേക്കാണ്? ബോംബെയിൽ ഒരു ഹബ്ബാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ അല്ലേ? ബോംബെയിൽ ഞങ്ങൾ ഇതേമാതിരി വലിയൊരു ഓഫീസ്, നാഷണൽ ഹബ്ബ് അവിടെ ഓഫീസൊക്കെ വന്നു. ഒരു ബോംബെ, മഹാരാഷ്ട്രയിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് 23 ഷോറൂമായി. കൂടുതൽ 10-60 ഷോറൂം വരെ മഹാരാഷ്ട്രയിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 years നെക്സ്റ്റ് 5 years ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഹൊറൈസൺ എങ്ങനെയാണ്? നെക്സ്റ്റ് 5 years ഹൊറൈസൺ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് ഒരു പ്രയാസമായി തോന്നിയിട്ടില്ല. ഞങ്ങളുടെ എക്സ്പാൻഷൻ, ഞങ്ങളുടെ ഒരു സെറ്റപ്പ് ക്ലിയറായി വരികയും മാനേജ്മെൻറ്റ് റിക്രൂട്ട് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിങ് എത്ര വരും? ഏതാണ്ട് എത്ര വരും ഇനിയുള്ള ഒരു 5 years എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്? നെക്സ്റ്റ് 5 years ഏതാണ്ട് ഒരു 3000-4000 കോടി. 4,000 crores നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു. 4,000 crores കൂടി ഇനി വേണ്ടി. ഒരു 7,800-8,000 അടുത്ത് ഞങ്ങൾ എല്ലാ ബ്രാഞ്ചും കൂടി ഇപ്പം ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ് ഓൾറെഡി. ഇനി ഒരു 4,000 നെക്സ്റ്റ് 2 to 5 years വരാം. 4 to 5,000 ഇൻവെസ്റ്റ്മെന്റ്. എത്ര ബ്രാഞ്ചസ് ആവും ബൈ ദാറ്റ് ടൈം? എത്ര ബ്രാഞ്ചസ് ആവും? മേ ബി 750-700 മേലെ ബ്രാഞ്ചസ് വരും. ബ്രാഞ്ചസ് ആയിട്ട് അടുത്ത് നിൽക്കാവുന്നവർ ആരുമില്ല പോലെ അത്ര നമ്പർ ഇല്ല. പണ്ട് CTF, ചൈനയിലുള്ള CTF ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു US-ലുള്ള ടൈറ്റാനിയം നമ്പർ US-ലുള്ള സിഗ്നറ്റ്. അപ്പോൾ നമ്മൾ നമ്പർ 1 എന്തായിരിക്കും ബ്രാഞ്ചസിൽ? അങ്ങനെ ഒരു എയിം ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്? ബ്രാഞ്ചിൻ്റെ നമ്പർ കൂട്ടുന്നതിനേക്കാളും കൂടുതൽ സെയിൽസ് കൂട്ടുക, വോള്യം കൂട്ടുക എന്നുള്ളതാണ്, കസ്റ്റമർ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മാരേജ് നല്ല ഫോക്കസാണ്.
ഡയമണ്ട് കസ്റ്റമേഴ്സിൻ്റെ നല്ല ഫോക്കസിങ്. നിങ്ങളുടെ ടാഗ് ലൈൻ നിങ്ങൾ വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ടാഗ് ലൈൻ ഉണ്ടോ? ബി എവ്രിവെയർ. BT ഞങ്ങളുടെ ടാഗ് ലൈൻ ഉണ്ടല്ലോ, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഓക്കെ, അതാണ്. എല്ലാ ലൈഫിലെല്ലാം സെലിബ്രേഷൻ ഉണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷനാണ്, വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിങ് ഏറ്റവും വലിയ സെലിബ്രേഷനാണ്, ന്യൂ ബോൺ ബേബി ഷവർ ഏറ്റവും വലിയ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സെലിബ്രേഷൻ. നിങ്ങളുടെ കമ്പനിയുടെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഒരു കമ്പനി കംപ്ലീറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, ഓരോ ബ്രാഞ്ചും ഓരോ കമ്പനിയാണ് അല്ലേ? അത് ഇപ്പം മാറി. ഇപ്പം ഞങ്ങൾ കമ്പനി തന്നെ സെൻട്രലൈസ്ഡ് ഒരു LLPകളൊക്കെ വന്നു. ഇപ്പോൾ സെൻട്രലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പോൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്ന കമ്പനി എല്ലാ ബ്രാഞ്ചിലും ഈക്വൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല, വ്യത്യാസങ്ങൾ. അതെങ്ങനെയാണ്? അതിൻ്റെ ജസ്റ്റ് ഒന്ന് ആൾക്കാർക്ക് നല്ലൊരു മോഡലാണ്, ഒരു സക്സസ്ഫുൾ ആയിട്ട്. ഞങ്ങൾ ആ തുടക്കം ഞങ്ങൾ വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പിലൊന്നല്ല. അതെ, ഞങ്ങളുള്ള ആൾക്കാർ ഒരു ബ്രാഞ്ച് തുടങ്ങി. ഒരു ബ്രാഞ്ച് തുടങ്ങി, അതൊന്ന് ജസ്റ്റ് കാലിക്കറ്റ് 93 ഒരു ബ്രാഞ്ച് തുടങ്ങി. ഒരു ബ്രാഞ്ച് തുടങ്ങി. അതിൽ ഏറ്റവും വലിയ മേജർ ഇൻവെസ്റ്റർ ഞാൻ തന്നെ ആയിരുന്നു. കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ എക്സ്പാൻഷൻ പോകണമെന്ന് പറയുമ്പം ആൾക്കാർക്ക് തിരൂർ, കണ്ണൂർ, മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ബ്രാഞ്ചസ് തുടങ്ങി. അവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൂടാതെ ലോക്കൽ ആൾക്കാർ. നിങ്ങൾ എത്ര പേരെ ഇൻവെസ്റ്റ് ചെയ്യും? നിങ്ങൾ മൈനോറിറ്റി ആയിരുന്നു അതിൽ മൈനോറിറ്റി അല്ല, ഞങ്ങളുടെ എല്ലാവരും കുറച്ച് പൈസ ആരെടുത്ത് ഫണ്ട് എത്തുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ അതൊക്കെ ഓരോ ലിമിറ്റഡ് കമ്പനിയാക്കി. ഓരോ ലിമിറ്റഡ് കമ്പനി ഇപ്പം മഞ്ചേരി തുടങ്ങി. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി തുടങ്ങി. അപ്പോൾ അതിൽ ഇൻവെസ്റ്റേഴ്സ് പാലക്കാട് തുടങ്ങി. അതിൽ സെപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സ് അവിടെ നിന്ന് ലോക്കൽ ഇൻവെസ്റ്റേഴ്സിന് ഞങ്ങളുടെ പേരന്റ് കമ്പനിക്ക് ഒരു ഫ്രാഞ്ചൈസി. ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയത്, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു മോഡൽ? കാരണം എനിക്കൊരു ആഗ്രഹമായിരുന്നു 100 കമ്പനി വലുതാക്കാന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഫണ്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ, എല്ലാം വളരെ ട്രാൻസ്പെറൻസിയാണ് എല്ലാ അക്കൗണ്ടും. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് പേഴ്സണലി ഉള്ള വ്യക്തിബന്ധങ്ങൾ. അപ്പോൾ ഇന്ന് 183 ബ്രാഞ്ചസ് അല്ലേ ഇന്ത്യയിൽ? 198. ഈ ബ്രാഞ്ചസിൽ ഇപ്പോൾ എങ്ങനെയൊക്കെ സ്ട്രക്ചർ? എല്ലാം സെയിം സ്ട്രക്ചറാണ് ഇപ്പോൾ? അല്ലല്ല, വിവിധ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓരോ കമ്പനീൻ്റെ മുകളിൽ 15-20 ബ്രാൻഡുള്ള ഒരു കമ്പനീൻ്റെ മുകളിൽ ബ്രാഞ്ചസ് ഉള്ളതുണ്ട്. 8 ബ്രാഞ്ചസ്. അങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെയുണ്ട്. ഒരു ഏരിയയിൽ അത് കമ്പനി വലുതാകുന്നതിനനുസരിച്ചിട്ട് ഒരുപാട്. ഇതിപ്പോൾ ഞങ്ങൾ കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ ബ്രാഞ്ച് ഒറ്റ കമ്പനിയാക്കി കൺസോളിഡേഷൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായിരിക്കും ഇതിൽ നിന്നുള്ള വ്യത്യാസം? എന്തായിരിക്കും വരും? ഇപ്പോൾ ഓരോ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാം ഞങ്ങൾ പാരന്റ് കമ്പനിയായിട്ട് കൺസോളിഡേറ്റ് മേർജ് ചെയ്തിട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കുക എന്നുള്ളത്. എന്നിട്ട് അവർക്കൊക്കെ അതിന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഷെയർ മേർജിങ്. അപ്പോൾ ഒരു സിംഗിൾ കമ്പനി ആക്കാം എന്നുള്ള ഇവരൊക്കെ എല്ലാവരും ഷെയർ ഹോൾഡേഴ്സ് ആയി മാറും പ്രൊപ്പോർഷണൽ ആയിട്ട്. അതെ, ഞങ്ങളെ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു പ്രത്യേകത ഉള്ളത്, ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ശതമാനം ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ശരി. അത് ഞങ്ങൾ ഗൾഫിലായാലും ഇവിടെ ആയാലും ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഈ മെർജിങ്ങിൻ്റെ ഭാഗമായിട്ട് തൽക്കാലമൊക്കെ ഒന്ന് ഞങ്ങൾ ഈ ഡിലോയിറ്റിനും EY ഒക്കെ ഇടപെട്ടുകൊണ്ട്. ഡിലോയിറ്റും EY ആണ് രണ്ട് ഫിനാൻസും അവരെ കൺസോൾട്ടേഷന് മെയിൻ കൺസൾട്ടൻസി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എത്രയിൽ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ആയില്ല? നിങ്ങളുടെ ഹോൾഡിംഗ് കമ്പനി, നിങ്ങളുടെ കോർ പ്രൊമോട്ടേഴ്സ് എത്രയിൽ ഹോൾഡ്? ഞങ്ങൾ എങ്ങനെയാലും 80%. ബാക്കി 20% ആയിരിക്കും ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും. അത് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. അവർക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളൊരു IPO നടത്തിയ കമ്പനി മാതിരി ആയിപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഒരു 3000-ലധികം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അത് ആ ലെവലിൽ വരാം. ഒരു IPOയ്ക്ക് പ്ലാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്നൊക്കെ ആയിരിക്കും അതിന് IPO? ഈ കൺസോൾട്ടേഷൻ ലീഗൽ വർക്ക് പൂർത്തിയാക്കണം. റേഷ്യാൾ ഓഫ് കമ്പനീസിലും അവിടെയൊക്കെ പോയിട്ട് ലീഗലി വർക്ക് പൂർത്തിയാകുന്നതിൻ്റെ മുറക്ക് അതെന്നാണോ വരുന്നത് അന്ന് ഉടനെ അന്ന് ഈ ഷെയർസ് ഒക്കെ ലിസ്റ്റഡ് ആക്കും നിങ്ങളൊന്ന്. പിന്നെ ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഇപ്പം തന്നെ ഓൾറെഡി ഞങ്ങൾ ലിമിറ്റഡ് കമ്പനി ആയി. എനിക്കറിയാം. ഇനി ഞങ്ങൾ പബ്ലിക് ലിമിറ്റഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാം കൺസോൾട്ടേറ്റ്. പിന്നെ ഫ്രഷ് ഷെയർസ് എത്ര വരും IPO ചെയ്യാൻ? അതൊക്കെ ഞങ്ങളെ ബോർഡ് ലെവലിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ഫൈനൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫണ്ട് റേസ് ചെയ്യും എന്തായാലും, അല്ലാണ്ട് ഈ ഷെയർസ് ലിസ്റ്റ് ചെയ്യൽ മാത്രമല്ല. കുറച്ച് മിനിമം ഞങ്ങളൊരു 10% പബ്ലിക്കിന് കൊടുക്കേണ്ടി വരും. ഇതിൽ നിന്നുള്ളത് കൊടുക്കും. അത് പുതിയത് ഫ്രഷ് ഷെയർ ഇതിൽ നിന്നുള്ളത് ഫ്രഷ് ഷെയർ ഇഷ്യൂ ചെയ്യായിരിക്കും ചെയ്യുക. ഫ്രഷ് ഇഷ്യൂ ചെയ്യും. ഇതിൽ നിന്ന് ഓഫ് സെയിലിൽ കൂടെ കുറച്ച് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യും? ഞാൻ ഡൈല്യൂട്ട് ചെയ്യൂല. ഇല്ല. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിൽ ആർക്കും താല്പര്യമുള്ളവർക്കുള്ള പ്രൊമോട്ടേഴ്സിന് ആർക്കും താല്പര്യമുള്ളവർക്ക് ഉണ്ടാവാൻ വഴിയില്ലല്ലോ. ഉണ്ടെങ്കിൽ ഓക്കെ, അത് ഉണ്ടായേക്കാം. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇത് വേറെ സ്വന്തം ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക. അവർ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും കാലമായിട്ട് അതൊക്കെ അതിൻ്റെ
അപ്പോൾ മിസ്റ്റർ അഹമ്മദ് എത്ര ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിയർ അബൌട്ട് 30% കൺസോൾട്ടേറ്റ് കൺസൾട്ടേറ്റ് കമ്പനി എല്ലാം കൂടി ഇഷ്യൂ വന്നാലും OFS വന്നാലും ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്താലും യു വിൽ ഹോൾഡ് 30% ഓഫ് ദ. ഞങ്ങളൊരു ആഗ്രഹമാണ്. അതെ, അല്ല അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ആഗ്രഹിച്ചാൽ പറ്റുമല്ലോ. അതെ അതെ, നിങ്ങൾ തന്നെ ഇഷ്യൂ ചെയ്യണം പുതിയ ഷെയർസ്. അപ്പോൾ അത് 30% ആയിട്ട് ചുരുങ്ങും നിങ്ങളുടെ 80%. 80% ഞാനല്ല, ഇല്ല, ഒറ്റയ്ക്കില്ല. ബാക്കി എല്ലാ കമ്പനി. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് കൂടി അപ്പോഴും ഉണ്ടാവും 51% ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉണ്ടാവും, അതിൽ കൂടുതലുണ്ടാവും. പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് എല്ലാം അങ്ങനെ നോക്കിയാൽ ഒരു 10-60%. ഫാമിലി ഗ്രൂപ്പ്സ് ഇപ്പോൾ ഡൈവേസ്റ്റ് ചെയ്താലും ആരും 70 താഴെ 60. ഇപ്പോൾ വി ഗാർഡ് ആണെങ്കിൽ എല്ലാവരും ഒരു 60-70 ഹോൾഡ് ചെയ്യും. അതിന് മേലെ എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ യു യുവർസെൽഫ് ഒരു 30% ഹോൾഡ്, ലാർജർ ഷെയർ ഹോൾഡർ ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെ, അത് എത്ര കൊല്ലത്തിനും ഉണ്ടായിരിക്കാം? അത് മേ ബി അത് സമയം എടുക്കുന്ന അതിൻ്റെ പ്രോസസ്സ് ഈ വഴിയും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഈ വേണ്ടി ലൈറ്റ് ഉണ്ട്, എക്സ്ചേഞ്ചർ ഉണ്ട്, പല ആൾക്കാർ ഇതിൻ്റെ PwCൻ്റെ വാല്യുവേഷനിൽ ഇടപെട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു പല കൺസൾട്ടൻസിന് ഇടപെടിച്ചുകൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി. PwC, EY, ഡിലോയിറ്റ് ഇവർ 3 പേരാണ് കൺസൾട്ടൻസി ഫേംസ്. വാല്യുവേഷൻ നോക്കുന്നത് PwC ആണ്. PwC, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്. ഇപ്പോൾ BD സജഷൻ ഇപ്പോൾ അടുത്തൊരു അനൗൺസ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. നമുക്ക് ടാക്സ് 3% വളരെ 3% വളരെ കുറവാണ്, GSTയിലേക്ക് വന്നിട്ടില്ല ഗോൾഡ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു 5,000 to 7,000 to 8,000 നമുക്ക് ടാക്സ് കിട്ടേണ്ടതുണ്ട് അല്ലേ? അതിൽ വളരെ കുറവാണ്. കേരളത്തിൽ ടാക്സ് ഇവേഷൻ വളരെ ഹൈ ആണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തം നിങ്ങളടങ്ങുന്ന ജ്വല്ലേഴ്സ്. അതെ, ജ്വല്ലറി ബിസിനസ്സിൽ ഓൾ ഇന്ത്യ ലെവലിൽ 3% ഉള്ളൂ, അതും ഇവേഷൻ, വലിയ ഇവേഷനാണ്. മാർക്കറ്റ് അതിന് പ്രധാന കാരണം ഇതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. 15% ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പം ഉണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനാഷണൽ മാഫിയ ഗോൾഡ്, സ്മഗിൾ ഗോൾഡ് ഒരുപാട് വരും, കണ്ടമാനം വരുന്നുണ്ട്. അതെ, അത് കൊണ്ട് തന്നെ എത്ര വരുന്നുണ്ടായിരിക്കും സ്മഗിൾ ഗോൾഡ്? ഏതാണ്ട് ഒരു അതിൻ്റെ കണക്കെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഒരു മൊത്തം ഇന്ത്യൻ്റെ ആവശ്യത്തിൻ്റെ 70% സ്മഗിൾ ഗോൾഡാണ്. സ്മഗിൾഡ് ഗോൾഡ് വരുന്നത് അത് കൂടുതൽ, അത് വലിയ മാർജിനബിൾ ബിസിനസ്സാണ്. അതെന്താ വെച്ചാൽ മാർജിൻ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതലുള്ളതുകൊണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രമല്ല, അവർക്ക് അതാത് മൈനിങ് കൺട്രീസിൽ അവിടുത്തെ റോയൽറ്റി ഉണ്ട് 10-15%. ആഫ്രിക്കൻ കൺട്രീസിലായാലും സൗത്ത് അമേരിക്കൻ കൺട്രീസിലായാലും എല്ലാ സ്ഥലത്തും റോയൽറ്റി ആൾക്കാർ സ്മഗ്ലിങ്ങിൽ കൂടി അത് ലാഭിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മനസ്സിലായില്ല മുഴുവൻ. അതാത് രാജ്യത്ത് കൊടുക്കേണ്ട ഈ മൈൻ ചെയ്യുമ്പം റോയൽറ്റി അത് ലാഭിച്ചുകൊണ്ട് അത് സ്മഗിളായിട്ടാണ് ദുബായിലൊക്കെ വരുന്നത്, ലീഗലി അല്ല. ശരി, ദുബായിലാണ് കൂടുതൽ പിടിക്ക് വരണത് അല്ലേ? ഇവിടുത്തെ ദുബായ് അല്ലെങ്കിൽ അത് മൈൻ ചെയ്ത് ഡോറെ വന്ന് ചിലപ്പം ഷിപ്പിൽ നിന്ന് റിഫൈൻ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ശരി, റിഫൈനറി അധികം ദുബായിലുണ്ട്. എനിക്കറിയാം. ആ റിഫൈനറിയൊക്കെ തന്നെ ഇല്ലീഗൽ റിഫൈനറീസ് ഒരുപാടുണ്ട്. അവിടെ വലിയ ഫാമിലീസാണ് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് റിഫൈനറീസ് ഉള്ളത്. ഇവൻ കല്യാണം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സിന് ഹെഡ് ദുബായ് ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതൽ വരുന്നത്. ദുബായ് വഴി വരുന്നുണ്ട്, ശ്രീലങ്ക വഴി വരുന്നുണ്ട്, ബംഗ്ലാദേശ് വഴി വരുന്നുണ്ട്, ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ വഴി വരുന്നുണ്ട്, നേപ്പാൾ വഴി വരുന്നുണ്ട്. നേപ്പാൾ വഴി ഒരുപാട് വരുന്നുണ്ട്. എല്ലാ കടൽ തീരങ്ങളും ആകാശവും വഴി ഇന്ത്യയിലേക്ക് ഒരുപാട് സ്മഗിൾ ഗോൾഡ് വരുന്നുണ്ട്. ഇത് അതിഥികൾക്കൊക്കെ അറിയാവുന്നതാണ്. എന്തുകൊണ്ട് അവർ പിന്നെ അത് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലായി, സ്മഗ്ലിങ്ങിന് ഈവൻ ഈ 2 എയർപോർട്ടിലും കൊച്ചിൻ്റെ, എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു അവസാന സമയത്ത് കാലിക്കറ്റ്. അപ്പോൾ അവിടെ മെറ്റൽ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് പ്രഷ്യസ് മെറ്റൽസ് ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്ന് പറഞ്ഞു. എല്ലാം ഇരുമ്പ് വന്നാലും എന്ത് വന്നാലും അത് ബീപ്പ് ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. അതേമാതിരി എക്സ്റേ മര്യാദയ്ക്ക് പറയും, സ്റ്റാഫ് ഷോർട്ടേജ്, അവർ ഉറങ്ങിയിട്ടൊക്കെ നോക്കേണ്ടി വരുന്നത് മുമ്പ്. ഇപ്പോൾ അടുത്ത് വരുന്ന അപ്പോൾ ഇന്നും വിളിച്ച് ചോദിച്ചു, നാളെ റിട്ടയർ ചെയ്ത് പക്ഷേ ചോദിച്ചത് ഇപ്പോഴും വലിയ മാറ്റമില്ല എന്ന് പറഞ്ഞതിന്. വലിയൊരു സംവിധാനമായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം വലിയൊരു മാർജിനാണ് ഈ 15% ഇമ്പോർട്ട് ഡ്യൂട്ടി. പക്ഷെ അത് വളരെ മണിക്കൂറുകൾക്കകം ഇന്ത്യയിലെത്തുകയാണ്. പൈസ അവിടെ മുടക്കിയിട്ട് അത് ടേൺ അറൗണ്ട് ചെയ്യുകയാണ്. ഒരു 1000-1 പോലും പിടിക്കപ്പെടുന്നില്ല. ഒരുപാട് എന്നാലും വീണ്ടും വീണ്ടും എല്ലാ ദിവസവും വരുന്നത്, എന്നും വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പിടിക്കപ്പെടുന്നത് നമ്മൾ അറിയണമല്ലോ. നമ്മളറിയാം, ചില ഫ്ലൈറ്റിലൊക്കെ നോക്കുമ്പോൾ 80% കസ്റ്റമേഴ്സും കാരിയറായി വന്ന് പത്രത്തിൽ വന്ന ന്യൂസാണ്, ഞാനൊന്ന് വായിച്ചതാണ്. പക്ഷേ കാരിയേഴ്സ് ആവാന്ന് വലിയ വിഷമമില്ല. ഇപ്പം എനിക്കൊരു 10 പവൻ കൊണ്ടുവരുന്ന വെച്ചാൽ ഞാൻ ലീഗലി എനിക്ക് കൊണ്ടുവരാം കാരിയറായിട്ട്. അങ്ങനെ അല്ല, എനിക്കറിയാതെ അങ്ങനെ ചെയ്യാൻ പറ്റും. പറയുന്നത് കേൾക്കുന്നത് ഈ കസ്റ്റംസും ഈ സ്മഗ്ലേഴ്സ് ആയിട്ടുള്ള ഉണ്ട് വളരെ അത് കുറേ ടെക്നിക്സ് ഉണ്ട്. എനിക്കൊന്ന് ഈ
ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് മാറി പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആവുന്ന സാധനം കണ്ടുപിടിച്ച് ഒരുപാട് ടെക്നിക്കൽ ഉണ്ട്, പിന്നെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ സപ്പോർട്ടുണ്ട്, കസ്റ്റംസിൻ്റെ സ്റ്റാഫിൻ്റെ സപ്പോർട്ട്. ജനങ്ങൾ ഈസി മണിയാണ്. അതെ, ഫാസ്റ്റ് മണി, ഈസി മണീൻ്റെ പിറകെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നല്ല ജോലി ചെയ്യുന്ന ഹെയർ ഹോസ്റ്റസ് മുതൽ ഒരുപാട് നല്ല പേര് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരീരത്തിൽ ഉറപ്പിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഒരുപാട് ഗോൾഡൊക്കെ കൊണ്ടുവരുന്നത്. അതൊക്കെ തന്നെ വളരെ ത്യാഗം ചെയ്ത് സ്ത്രീകളൊക്കെ അല്ല, അതിൽ കുറേ ധൈര്യം ഇവിടെ വരുമ്പോൾ എക്സൈസ് സിസ്റ്റം വർക്ക് ചെയ്യില്ല എന്നറിയാൻ അവർക്ക്. അവരത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കാനുള്ള സംവിധാനം. അതെ, അത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ. പക്ഷെ ഇത് മേടിക്കുന്ന ആരായിരിക്കും? ഇവിടെ വലിയ മാഫിയകളാണിത്. എന്തൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങളെ മാതിരിയൊരു കമ്മ്യൂണിറ്റി വേണം. റീറ്റെയിൽ ജ്വല്ലറി ലാസ്റ്റ് വാങ്ങുന്ന കസ്റ്റമറാണ്. കസ്റ്റമർ അടുത്ത് ഗവൺമെൻറ് പരിശോധിക്കാൻ തുടങ്ങിയത്. കസ്റ്റമർ തീരുമാനിക്കണം ഒരു ഇല്ലീഗൽ ജോലി. പക്ഷേ റീറ്റെയിൽ ജ്വല്ലറി ഗ്രൂപ്പ്, ഒരു മിനിറ്റ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കസ്റ്റമറും തീരുമാനിക്കുന്ന പവിത്രമായ മുഹൂർത്തങ്ങൾക്കാണ് ഞാൻ ഗോൾഡ് വാങ്ങുന്നത്. എനിക്ക് പവിത്രമായത് മതി. റെസ്പോൺസിബിൾ സോഴ്സിങ്ങിൽ കൃത്യമായ വ്യയക്കൂടി വരുന്നത് മാത്രം മതിയെന്ന് ഉപഭോക്താവ് തീരുമാനിച്ചാൽ മാത്രമേ ഇതിന് റെൻറ്റ് വരുള്ളൂ. അല്ല, ഉപഭോക്താവ് തീരുമാനിച്ചെങ്ങനെ പറഞ്ഞു? ഇത് കടയിൽ നിന്നല്ലേ പോയിട്ട് വാങ്ങിക്കുന്നത്? അവർ കംപ്ലീറ്റ് അതിൻ്റെ സോഴ്സിങ് ചോദിക്കാം. ഞങ്ങളോട് ചോദിച്ചോളൂ, ഞങ്ങൾ റൂട്ട് കംപ്ലീറ്റ് പറയാം. അക്കൗണ്ടിങ് പുതിയ ഹോൾമാർക്കിങ്ങിലല്ലേ? ഹോൾമാർക്കിങ്ങിൽ എല്ലാ കാര്യങ്ങളും പറയാം. HUID ഇതല്ലാതെ തന്നെയും കസ്റ്റമറിന് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങളെ ഓരോരോ ഡീറ്റെയിലും എവിടുന്ന് ഏത് മൈനിൽ നിന്ന് മൈൻ ചെയ്തു, എവിടുന്ന് റിഫൈൻ ചെയ്തു, എങ്ങനെ വരുന്നു റൂട്ട്, അത് കംപ്ലീറ്റ് ട്രാക്ക് റെക്കോർഡുണ്ട്. ട്രാക്കിംഗ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ പോയിട്ടൊരു കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ HUID എന്ന് പറയുമ്പോൾ ഹോൾമാർക്കിംഗ് യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൂടുതൽ ഇതിൽ കള്ളക്കടത്ത് ഉപയോഗിച്ച് വെച്ചിട്ടുള്ള സ്വർണ്ണമാണെങ്കിൽ കസ്റ്റമേഴ്സിനും അല്ല കസ്റ്റംസും മുതൽ ഒരുപാട് രീതിയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അത് വലിയൊരു ഈ കാര്യം. ഒരു ഷോപ്പ് അവർ റെസ്പോൺസിബിൾ ജ്വല്ലറാണോ? ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ റെസ്പോൺസിബിൾ ജ്വല്ലർ എല്ലാ രീതിയിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പെർഫെക്റ്റ് ജ്വല്ലറി ആണെന്നുള്ളത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ HUID അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതി, ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈച്ച് യൂണിറ്റ് ഒരു വള വാങ്ങിക്കുകയാണെങ്കിൽ ഈ വളരെ ഇതിൽ ഉപയോഗിച്ച സ്വർണ്ണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചോദിച്ചവർക്ക് പറഞ്ഞു തരാം. അതെ, അത് കൂടാതെ ജ്വല്ലേഴ്സിൽ വന്നിട്ട് എവിടുന്ന് മേടിച്ച് എന്ന് കസ്റ്റംസിനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ ഇതതിൻ്റെ വന്ന കണ്ടുപിടിക്കാൻ പറ്റും. ഏത് മാനുഫാക്ചർ ഉണ്ടാക്കി, മാനുഫാക്ചർ എടുത്ത് എവിടെ എങ്ങനെ ഗോൾഡ് വന്നു. ഇപ്പോൾ ട്രാക്കിംഗ് സിസ്റ്റം പെർഫെക്റ്റ് ഗവൺമെൻറ് വെച്ച് സീപ്പ ത്രൂ വരുന്ന ഗോൾഡ് ഉണ്ട്, പല ഗവൺമെൻറ് അംഗീകൃത റൂട്ടിൽ കൂടി വരുന്ന ഗോൾഡിന് അത് കംപ്ലീറ്റ് ട്രാക്ക് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിച്ചാൽ നടക്കും. അതൊരു വലിയൊരു ക്യാച്ച് തന്നെയാണല്ലേ, സർക്കാരിന് നടത്താവുന്നതാണ്. ഇപ്പോൾ സിംഗപ്പൂർ വളരെ നന്നായി നടത്തുന്നുണ്ട്. പല രാജ്യത്തും ഇതിന് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. സർക്കാരിന് വിചാരിച്ചത് സ്മഗ്ലിംഗ് നിർത്താം, പൂർണ്ണമായും നിർത്താം. സർക്കാർ വലിയൊരു ഇൻവോൾവ് ആവും ഇനിയിപ്പോൾ ഇതിൽ. അതല്ല, അതുകൊണ്ടല്ല, അതൊരു ഇന്ത്യ പോലത്തെ വിശാലമായ ഇത്രയധികം ജനങ്ങൾ, ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് കോൺഫ്ലിക്റ്റ് നിയമങ്ങൾ. ഇന്ത്യ ലോകത്തിലെ 3rd വലിയ എക്കണോമി ആണോ എന്നാണ് പ്രധാനമന്ത്രിയുടെ ആഗ്രഹം. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്ത ഇപ്പം തന്നെയാണ്. പാരലൽ എക്കണോമി ഇതിലേക്ക് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജസ്റ്റ് എക്കണോമിയാവും. പാരലൽ എക്കണോമിനെ പുറത്ത് കൊണ്ടുവരാണ്. പാരലൽ എക്കണോമി പ്രധാനമന്ത്രിയുടെ പ്രധാന ടാർഗറ്റ്. പാരലൽ എക്കണോമി പോരാ ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, വലിയ സൈസാണ് പാരലൽ എക്കണോമി. പക്ഷേ പലരും പറഞ്ഞ് പാരലൽ എക്കണോമി ഇല്ലെങ്കിൽ അതിൻ്റെ വൈബ്രൻസ് ഉണ്ടാവില്ല എന്നതാണ്. അതൊക്കെ വെറുതെ തെറ്റായ ധാരണയാണ്. ടാക്സ് കംപ്ലീറ്റ് സർക്കാരിന് കിട്ടുകയും ഗവൺമെൻറ് അത് ശരിയായ രീതിയിൽ ചെലവുകയും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാവർക്കും അതിൻ്റേതായ ഫ്രൂട്ട് കിട്ടും. അത് വളരെ ശക്തമായ നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ മാതിരി ഈ ഇവേഷൻ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ഗവൺമെൻറ് അവരെ GST അവർക്കുള്ള സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ. GST കംപ്ലീറ്റ് ബില്ല് കൊടുത്തിട്ടാണ് കസ്റ്റമർ മേടിക്കുന്നത്. ബില്ല് കസ്റ്റമർ കൊടുക്കുന്നുണ്ട്, ഡീല് ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് വീടുകൾ വെച്ച് ജ്വല്ലറി മാനുഫാക്ചർ ചെയ്ത് കാറുകളിൽ വീടുകൾ എത്തിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഷോപ്പിൽ വന്നിട്ട് സെലക്ഷൻ നടത്തിയിട്ട് സാധനം വീട്ടിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെ പല രീതിയിലുള്ള ഇവാലുവേഷൻ നടത്താനുള്ള ഈ കംപ്ലീറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇവേഷൻ നടത്താനുള്ള സൗകര്യം ഇന്ന് ഈ ജ്വല്ലറി മാനുഫാക്ചേഴ്സ് ഉണ്ട്. ഗവൺമെൻറ്റിനോട് ഇപ്പം തന്നെ ചോദിച്ചാൽ എത്ര മാനുഫാക്ചേഴ്സ് ഉണ്ടെന്നൊരു കൃത്യമായ കണക്കുണ്ടോ? കേരളത്തിൽ എത്ര മാനുഫാക്ചറിങ് ഉണ്ട്, ആരൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, എത്ര ഗ്രാം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അത് എങ്ങോട്ട് പോകുന്നു എന്ന് മോണിറ്റർ ചെയ്യണം. വേൾഡിൽ തന്നെ
മൊത്തം GDP-ൻ്റെ 7% ജമൻ ജ്വല്ലറിയാണ്. ലോകത്തിൽ സ്ത്രീയും പുരുഷന്മാരുടെ സ്നേഹവും ബന്ധമുണ്ട്. അവിടെയൊക്കെ ഗിഫ്റ്റ് ഉണ്ട്. വാല്യൂ അപ്രിഷിയേറ്റിംഗ് ഗിഫ്റ്റ് ആർട്ടിക്കിളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗോൾഡൻ ഡയമണ്ട്. ടേൺ ഓവർ ഞങ്ങളത് ഇന്ത്യയിൽ ഈ വർഷം ഒരു 36,000-40,000 കോടിൻ്റെ അടുത്തെത്തും. ഹൈ ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ എക്സ്പെൻസ് കുറയ്ക്കും. ഒരുപാട് ആൾക്കാർ വിവിധ വിലകൾ തീരുമാനിക്കുക. യൂണിഫോം വിലയില്ല. 1 India 1 ഗോൾഡ് റേറ്റ്. ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറെ സംബന്ധിച്ചോ ട്രസ്റ്റാണ്.